നമ്മളെല്ലാവരും ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. അത്ഭുതകരമായിട്ടുള്ള രക്ഷപ്പെടൽ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കോഴിക്കോട് കൊടിയത്തൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന തയ്യൽ ബസ്സിലെ ഡ്രൈവർ ഷിനോജിൻ്റേതാണ്. ആ സമയോചിതമായ ഇടപെടൽ മൂലമാണ് ഇത്തരത്തിൽ ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനായത്. എന്തായാലും ഷിനോജ് ഉണ്ട് നമ്മുടെ കൂടെ. ഷിനോജിനോട് ചോദിക്കാം. ഷിനോജ്, ഇത് എന്ന് നടന്ന സംഭവമായിരുന്നു? വെള്ളിയാഴ്ച ഈ ട്രിപ്പ് 11 മണിക്ക് സംഭവിച്ചാണ്. അത് ഒരു ഓട്ടോറിക്ഷ ലെഫ്റ്റ് സൈഡിൽ നിർത്തി ആളെ ഇറക്കി കൊണ്ടുവയ്ക്കുക. അതിൻ്റെ ആ കുട്ടിയുടെ അമ്മ ഓപ്പോസിറ്റ് നിൽപ്പുണ്ട്. അങ്ങനെ ഞാൻ ഓട്ടോറിക്ഷയുടെ ആളെ ഇറക്കില്ല, നമ്മൾ കുട്ടി ഇറങ്ങി ഓടുന്ന നമ്മൾ കാണില്ല. നമ്മളിങ്ങനെ വന്നു, കുട്ടി കറക്റ്റ് ബസ് അവിടെ എത്തിയപ്പോൾ ഓട്ടോറിക്ഷൻ്റെ മുമ്പിൽ നിന്ന് ഓടി. ഞാൻ ചവിട്ടി നിർത്തി വലത്തോട്ട് വെട്ടിച്ച് വണ്ടി. അതുകൊണ്ട് കഴിച്ചില്ല, അല്ലെങ്കിൽ അടി കൊടുക്കണ്ടായിരുന്നു കുട്ടി. എന്തായാലും ഷിനോജിൻ്റെ സത്യം പറഞ്ഞാൽ ആ സംയോജിതമായ ഇടപെടൽ മാത്രമാണ് അത്തരത്തിലൊരു വലിയൊരു ദുരന്തം ഒഴിവായത് അല്ലേ? കാരണം മാത്രമല്ല, ബസ്സിലെ മറ്റ് ജീവനക്കാർക്കും മറ്റ് യാത്രക്കാർക്കും ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിലായിരുന്നു ആ ഒരു ഇടപെടൽ. കുഴപ്പമൊന്നും ഉണ്ടായില്ല. ബസ് എവിടെയും തട്ടാനും വിട്ടാനും പോയില്ല. വണ്ടി ചവിട്ടിയാൽ നിർത്തി സൈഡാക്കി വലത്തോട്ട് വെട്ടിച്ച് ചവിട്ടി നിർത്തിയാണ്. അതുകൊണ്ട് കുട്ടി രക്ഷപ്പെട്ട്. പിന്നെ ആ കുട്ടിയുടെ അമ്മ ഓപ്പോസിറ്റ് ഉണ്ട്. അപ്പോൾ കുട്ടിയുടെ അച്ഛനും ഇവിടെ വണ്ടി ഓട്ടോറിക്ഷയിലുണ്ട്. കുട്ടി കൈ വിട്ട് ഓടിയതാണ്, അമ്മയുടെ അടുത്തേക്ക് ഓടിയതാണ്. പക്ഷേ ബസ് വരുന്നത് എത്തിച്ചില്ല. ഞാനും കാണില്ല, ഓട്ടോറിക്ഷനെ മറന്ന ഓടുന്നത്. ബസ് അവിടെ എത്തിയപ്പോഴാണ് കുഞ്ഞങ്ങോട്ട് ഓടിയത്. എന്തോ ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. ഇത് സ്ഥിരമായിട്ടൊരു അപകട മേഖലയാണോ? നേരത്തെ ഒരുപാട് അപകടങ്ങൾ അവിടെ നടക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ടായി. ഇന്ന് ഞാൻ കണ്ട വീഡിയോ, ഞങ്ങളത് സംഭവിച്ചതിന് ശേഷം ഇപ്പോൾ വീഡിയോ 2-3 ബൈക്ക്, ഓട്ടോറിക്ഷ, അങ്ങനെ കാറ് ഒക്കെ ഇടി തട്ടുന്ന ഒരു വീഡിയോ അവിടെ കണ്ട് ഞാൻ. എന്താ ഓവർ സ്പീഡാണെന്ന് തോന്നുന്നു. നമ്മൾ ഓവർ സ്പീഡല്ലേ, നമ്മൾ വലിയ തിരക്കില്ല, നമ്മളവിടെ എത്താനേ കൊടുത്തിലെത്താനേ നമ്മളൊരു മീഡിയ ലെവലിലാണ് വരുന്നത്. പക്ഷെ എന്നാലും പെട്ടെന്ന് അവിടെ ഓടിയപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ എന്തോ ഭാഗ്യത്തിന് ഷിനോജിന് ആ സംഭവത്തിന് ശേഷം കുറച്ച് വലിയ ഷോക്കായി പോയി. ഞാനവിടെ ഇറങ്ങി പിന്നെ എന്നാ ഡ്യൂട്ടി കയറുന്ന വണ്ടിയിൽ. എനിക്ക് കഴിഞ്ഞ കാര്യം, എനിക്ക് 2 പിഞ്ച് കുഞ്ഞുങ്ങളുണ്ട് അതേപോലത്തെ, എൻ്റെ കുഞ്ഞിനെ ഓർത്തെ. അപ്പോൾ പേടിച്ച് ഞാനാകെ ടെൻഷനായി പോയി. ആകെ എന്താ പറയുക, ഒരു ഷോക്കായി. അങ്ങനെ ഞാൻ ഇന്നാൾ ഡ്യൂട്ടി കയറുന്നു. പിന്നെ വീഡിയോ ഞാൻ പുറത്ത് വിട്ടില്ലായിരുന്നു. എന്നാൽ പിന്നെ ഞാൻ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു അത് ഗ്രൂപ്പിലിട്ട് രക്ഷിതാക്കൾ കാണട്ടെ, കുഞ്ഞുങ്ങളെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആയപ്പോൾ ഗ്രൂപ്പിൽ ഇട്ട് കൊടുത്താൽ. അപ്പോൾ അങ്ങനെ വൈറലാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ഇങ്ങനെ ന്യൂസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. വീഡിയോ വന്ന് കിട്ടിയിട്ടുണ്ട് എനിക്ക്, എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നായിരുന്നു, അയച്ചു തന്നിരുന്നു. എന്തായാലും രുചീഷ്, ഷിനോജ് പറഞ്ഞതുപോലെ തന്നെ ഷിനോജിൻ്റെ സംയോജിതമായിട്ടുള്ള ഒരു ഇടപെടൽ മൂലമാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തം ഒഴിവായിട്ടുള്ളത്. മാത്രമല്ല, ഈ സംഭവം നടന്നതിന് ശേഷം ഷിനോജും വലിയ രീതിയിലുള്ള, നമ്മളൊക്കെ ആ വീഡിയോ കണ്ടപ്പോൾ ഷോക്കായതാണ്. ഒരു ഞെട്ടൽ നമുക്കും ഇപ്പോഴും മാറുന്നില്ല. അതുപോലെ തന്നെയാണ് അത് നേരിട്ട് അനുഭവിച്ച ആളാണ് ഷിനോജ്. ആ സംഭവത്തിന് ശേഷം ഇന്നാണ് ഇപ്പോൾ ഡ്യൂട്ടിയിൽ കയറുന്നത്, ബസ്സിൽ വീണ്ടും സർവീസ് നടത്തുന്നത്. എന്തായാലും വലിയ അഭിനന്ദനം അർഹിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അത്ഭുതകരമായിട്ടുള്ള ഒരു രക്ഷപ്പെടൽ തന്നെയാണ്.